ഇപ്പൊ 11:30 കഴിഞ്ഞു. എനിക്ക് ഉറക്കം വരുന്നേ ഇല്ല. കാരണം എന്താണെന്ന് വെച്ചാല് ഇൻസ്റ്റഗ്രാം തുറന്നു കഴിഞ്ഞാൽ ഈ ഓപ്പറേഷൻ തൂഫാൻ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ആണ് മൊത്തം. എനിക്കറിയില്ല, എനിക്ക് എന്തോ ഒരു സാറ്റിസ്ഫാക്ഷനും പ്രൗഡും എല്ലാം കൂടി മിക്സ്ഡ് ആയിട്ടുള്ള ഒരു ഇമോഷനാണ് ഇപ്പൊ ഉള്ളത്. എനിക്കുണ്ടല്ലോ ഈ ഓപ്പറേഷൻ തൂഫാൻ റിലേറ്റഡ് ആയിട്ടുള്ള ഈ പോലീസുകാരുടെ വീഡിയോ കണ്ടിട്ട് എനിക്ക് സ്റ്റോപ്പ് ആക്കുന്നില്ല, മൊത്തം അതന്നെ വരുന്നത്. എനിക്കറിയില്ല, അത് കാണുമ്പോൾ എനിക്ക് ആ ഒരു ഇമോഷൻ എനിക്ക് ഇപ്പൊ പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. പണ്ടുണ്ടല്ലോ എനിക്കൊരു 15 ഇയേഴ്സ് ഒക്കെ ആവുന്ന സമയത്ത് ഈ ഡ്രഗ്സ് ഒക്കെ യൂസ് ചെയ്ത് സ്വബോധം നഷ്ടപ്പെട്ടിട്ടുള്ള ഒരാളെ കയ്യിൽ നിന്ന് എനിക്ക് ഏറ്റവും അറിയുന്ന ഒരാളാണ്. ആളുടെ അടുത്ത് നിന്ന് ഒരു സെക്ഷൽ ഹരാസ്മെന്റ് നേരിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. പക്ഷെ അന്ന് ഞാൻ ആദ്യം തന്നെ റിയാക്ട് ചെയ്തത് കൊണ്ട് എന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ എവിടെയൊക്കെയോ എനിക്ക് ആ ഒരു ട്രോമാസ് പല സമയത്തായിട്ട് ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഈ ഡ്രഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഓരോ ഇഷ്യൂസ് ഒക്കെ കേൾക്കുമ്പോൾ ഞാൻ പല സമയത്ത് പാനിക് ആവാറുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ഉണ്ടല്ലോ, ഹാറ്റ്സ് ഓഫ് കേരള പോലീസ്. എനിക്കറിയാം, എനിക്കത് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. ഈ ചെറിയ കുട്ടികളുണ്ടാവില്ല, JCB കാണുമ്പോൾ ആ ഒരു എക്സൈറ്റ്മെന്റിൽ നിൽക്കില്ല. അതേപോലെയാണ് ഞാനിപ്പം ഈ ഒരു വീഡിയോസ് കാണുമ്പോൾ അല്ലെങ്കിൽ നേരിട്ട് ഈ പോലീസുകാരെ കാണുമ്പോൾ ഞാനിങ്ങനെ അന്നകിട്ട് നിന്ന് പോവാണ്. ഈ ഡ്രഗ് റിലേറ്റഡ് ആയിട്ട് ഓരോരുത്തർ പിടിക്കുന്ന ഈ ഒരു വീഡിയോസ് കാണുമ്പോൾ എനിക്ക് സാറ്റിസ്ഫാക്ഷൻ അത്രയും പീക്കിലാണ്. ശരിക്കും ഞാനൊരു പോലീസ് പ്രൊഫഷൻ ചൂസ് ചെയ്യുന്നതിനോട് എനിക്ക് അത്ര യോജിപ്പ് ഉണ്ടായിരുന്നില്ല പണ്ടൊക്കെ. പക്ഷെ ഈ ഒരു ഓപ്പറേഷൻ കുറച്ച് വർഷം മുന്നേ വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും പോലീസ് പ്രൊഫഷൻ ചൂസ് ചെയ്തായിരുന്നു. കാരണം ഇപ്പൊ ഈ പോലീസുകാരെ കാണുമ്പോൾ എനിക്ക് എന്തോ ഭയങ്കര പ്രൗഡും അഭിമാനവും എല്ലാം കൂടി മിക്സ് ആയിട്ടുള്ള ഒരു രീതിക്കാണ് ഞാൻ നോക്കിക്കാണുന്നത്. അത്തരം ക്യൂരിയോസിറ്റിയും എക്സൈറ്റ്മെന്റും ആണ് ഇപ്പം എനിക്ക് കേരള പോലീസിനോടുള്ളത്. അത് ഞാൻ എനിക്ക് നേരിട്ട് അറിയുന്ന ഒരു പോലീസുകാരന്റെ അടുത്ത് പറയുകയും ചെയ്തു. ഈ ഓപ്പറേഷൻ സക്സസ് ആവാൻ വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുന്ന എല്ലാ പോലീസുകാരോടും എനിക്ക് ബഹുമാനം, അഭിമാനം മാത്രമേ ഉള്ളൂ. ഇനിയും ഇതുപോലുള്ള ഓപ്പറേഷൻസ് വരട്ടെ. നമ്മുടെ കേരളം അടിപൊളിയാവട്ടെ.